പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ച് വിദേശ വാർത്തകൾ അനലൈസ് ചെയ്യാൻ. റഷ്യക്കുള്ളിലേക്ക് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതായി വിവരം ലഭിക്കുന്നു. യുദ്ധം രൂക്ഷമാകുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നു. തൻ്റെ പിതാവ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ച് ഒരു മൂന്നാം ലോകയുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കാനാണ് ശ്രമമെന്ന് മകൻ ജൂനിയർ ട്രംപ് പറയുകയും ചെയ്തു. വിശദാംശങ്ങൾ പി ജെയിംസ് നൽകും. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. മോർണിംഗ് എസ്കേൻ. ഹായ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇറങ്ങി പോകുന്നതിന് മുമ്പ് സംഭവം കുളമാക്കുമോ? എസ്കേൻ, ഇത് വലിയ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. കാരണം ട്രംപ് വന്നാൽ സമാധാനമാവും, പ്രശ്നങ്ങൾ തീരും എന്നുള്ള പ്രചരണം അതീവ ശക്തമായിരിക്കും. എന്ന് മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ വരുമ്പോഴാണ് വളരെ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു മിന്നൽ വേഗത്തിൽ ജോ ബൈഡൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എത്ര കാലമായി യുക്രൈൻ ചോദിക്കുന്നു ഞങ്ങൾക്ക് ദീർഘദൂര മിസൈലുകൾ, അറ്റക്കാംസ് എന്നുള്ള മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി നൽകണമെന്നുള്ളത്. അത് ആ തരത്തിലുള്ള അനുമതി ഇതുവരെ നൽകിയിരുന്നില്ല. പക്ഷേ അറ്റക്കാംസ് ഉപയോഗിക്കാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് ട്രംപ് ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ, ട്രംപ് ജനുവരി 20 വരുള്ളൂ, 2 മാസം കൂടി ബാക്കിയുണ്ട്. ആ സമയത്തുള്ള മുഴുവൻ അധികാരവും ജോ ബൈഡൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നു. ഉക്രൈൻ്റെ കൂടെ ഞങ്ങളുണ്ട്. ഒരുപക്ഷേ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ നേട്ടമുണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ ഇതൊരു സിംബോളിസമാണ്. ഉക്രൈൻ്റെ കൂടെ ഈ അമേരിക്കയുണ്ട്, ബൈഡൻ്റെ അമേരിക്കയുണ്ട് എന്ന് ട്രംപിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഒരു പക്ഷേ ഈ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത്. ഇതിനു മുൻപ് റഷ്യ പിടിച്ചടക്കിയ ഉക്രൈൻ്റെ അധിനിവേശ പ്രദേശങ്ങളിൽ, ക്രീമിയയിൽ അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഇവർ അറ്റക്കാംസ് ഉപയോഗിച്ചിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകളാണ്. ഒരുപക്ഷെ അത് റഷ്യയുടെ ഉള്ളിലേക്ക് പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആയുധ ഡെപ്പോകൾ, വിമാനത്താവളങ്ങളൊക്കെ ടാർഗറ്റഡ് ആവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ റഷ്യ അവരുടെ യുദ്ധവിമാനങ്ങൾ പലയിടത്തേക്കും മാറ്റിയിട്ടുണ്ട്. ഈ തീരുമാനം ഏതെങ്കിലും സമയത്ത് ഉണ്ടാവുമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ എന്തായാലും ഇത് കൂടുതലായിട്ട് വലിയ രീതിയിലുള്ള അപകടം വിളിച്ചു വരുത്തും, യുദ്ധം രൂക്ഷമാവും എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയും റഷ്യയും ജോ ബൈഡൻ്റെ കാലത്തുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്ന് മാത്രമല്ല, വ്ളാഡിമിർ സെലൻസ്കി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ വാക്കുകൾ കൊണ്ടാണ് സംസാരിച്ചത്, ഇനി മിസൈൽ കൊണ്ട് സംസാരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് അറ്റക്കാംസ് ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള അറിവ് നേരത്തെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ട്രംപിന് കൂടി ഇനി ഈ തരത്തിൽ യുദ്ധം മുറുകിക്കഴിഞ്ഞാൽ ട്രംപിന് വരുമ്പോൾ പെട്ടെന്ന് യുദ്ധം പിൻവലിക്കാൻ പറ്റില്ല. ഉക്രൈൻ്റെ പിറകിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനുണ്ട്. ആ അലയൻസിനെ, നാറ്റോ അലയൻസിനെ, സഖ്യത്തെ പിണക്കിക്കൊണ്ട് ട്രംപിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ട്രംപിന് ഒരു തരത്തിൽ പിടിച്ചു വലിക്കുന്ന തരത്തിലാണ് ഈ നിലപാടുണ്ടായിരിക്കുന്നത്. അതിൻ്റെ പിറകെ തന്നെ സ്കെയിൻ ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് നിർമ്മിച്ച സ്റ്റോം ഷാഡോ എന്ന ഏറ്റവും ആധുനികമായ മിസൈലുണ്ട്. അമേരിക്കയുടെ മിസൈലുകൾക്കൊപ്പം നിൽക്കുന്നൊരു മിസൈലാണ്. അത് ഉടനെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ തരത്തിൽ റഷ്യയുടെ ഒരു ഓൺസ്ലോട്ടിനെതിരെ, എന്ന് മാത്രമല്ല സ്കെയിൻ, റഷ്യ ഈ മണിക്കൂറുകളിൽ വ്യാപകമായ ആക്രമണമാണ് നടത്തുന്നത്. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഉക്രൈൻ്റെ പല ഭാഗങ്ങളിൽ. നേരത്തെ പടിഞ്ഞാറൻ ഉക്രൈനിൽ വലിയ ആക്രമണം നടക്കുന്നില്ലായിരുന്നു, കാരണം പടിഞ്ഞാറൻ ഉക്രൈൻ ഇവിടെ നിന്ന്, റഷ്യയിൽ നിന്ന് കൂടെ ദൂരെയാണ്. പക്ഷേ അവിടേക്കടക്കം എല്ലാ ഭാഗങ്ങളിലേക്കും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചിരിക്കുന്നു. 140 ഡ്രോണുകൾ അയച്ചതിൽ 120 വെടിവെച്ചിട്ട യുക്രൈൻ സേനയെ അഭിനന്ദിച്ചു വ്ളാഡിമിർ സെലൻസ്കി. എന്തായാലും ആ തരത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ അതീവ വഷളായി തുടരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എസ്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല, ഈ യുദ്ധത്തിൽ പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 75ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ യുദ്ധം ഇസ്രയേലിൽ കൂടുതൽ കടക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? എസ് കെ, അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. യുദ്ധം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവസാനിച്ചേക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. കാരണം ഗസയിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ 75 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് ബെയ്ത്ത് ലഹിയ എന്ന വടക്കൻ ഗസയിലെ പ്രദേശത്ത് മാത്രം 50 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മധ്യ ഗസയിൽ 25 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ 75 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എസ് കെ എൻ, ഈ ഇവിടുന്ന് വരുന്ന വിഷ്വൽസൊക്കെ കുട്ടികൾ, ചോരയിൽ കുളിച്ച കുട്ടികളെ എടുത്തുകൊണ്ട് ഓടുന്ന ചിത്രങ്ങൾ, ഈ മമ എന്ന് വിളിക്കുന്ന കുട്ടികളുടെ
ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബോംബ് വീണ് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തുമ്പോഴുള്ള ദയനീയമായിട്ടുള്ള കരച്ചിലൊക്കെ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്. ഒരുപക്ഷെ അവരൊക്കെ കൊലപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ വിഭാഗമെങ്കിലും പറയുന്നുണ്ട് ഇതൊക്കെ ക്ഷണിച്ചു വരുത്തിയതാണ്, പക്ഷേ ഈ കുട്ടികൾ എന്ത് പിഴച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഒരുപക്ഷെ അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യമാണോ എന്നൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പാലസ്തീൻ വിരുദ്ധരിൽ നിന്നൊക്കെ ചോദ്യമുണ്ടായിരിക്കാം. ഒരു മനുഷ്യത്വമുള്ള ആരും ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണ്, ജനോസൈഡ് ആണോ നടക്കുന്നത്? കാരണം ഇപ്പം തന്നെ 43,800-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ സംഖ്യ ഇങ്ങനെ കൂടുന്തോറും മനുഷ്യജീവനുകളാണ് പൊലിയുന്നത്. 44,000-ലെത്താൻ ഇനി ദിവസങ്ങളെ വേണ്ടൂ. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു മനസാക്ഷിയുള്ള ആരും ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ചിരിക്കുന്നത്. SKN അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് മേൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ്. എന്ന് വെച്ചാൽ ഈ വലിയ തീക്കട്ടയിൽ ഉറുമ്പരിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ യുദ്ധങ്ങൾ 7 സ്ഥലങ്ങളിൽ നടത്തുന്ന, സർവ്വ സൈന്യാധിപനായി എല്ലാ തീരുമാനങ്ങളും നടത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാര്യം പോലും വളരെ അദ്ദേഹവും അപകടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിലാണ് 2 ഫ്ലാഷ് ബോംബുകൾ വന്ന് പതിച്ചത്. ഇതേ തുടർന്ന് അവിടുത്തെ പ്രസിഡന്റ് ഹെർസോഗ് അതിൽ വലിയ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, പേടിപ്പെടുത്തുന്ന അവസ്ഥയാണെന്ന് അവിടുത്തെ ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നു. ഇതിൽ വലിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പുതിയ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കണം, അവിടെ ആഭ്യന്തര കലഹമുണ്ട്. അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ യുദ്ധം നിർത്താൻ പറഞ്ഞതാണ് യോയോവ് ഗാലന്റ്. അദ്ദേഹത്തെ പുറത്താക്കി. അവിടുത്തെ മൊസാദ്, അവിടുത്തെ സൈന്യം എല്ലാവരും പറഞ്ഞു ഇപ്പോൾ യുദ്ധം നിർത്താൻ പറ്റിയ സമയമാണ്. നമ്മൾ ഹമാസിൻ്റെ അടുത്തും ഹെസ്ബുള്ളയുടെ അടുത്തും ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി, നമ്മൾ മുന്നിലാണ്, ഇനി ബന്ദികളെ വിട്ടുകിട്ടാനായിട്ട് യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ പുറത്താക്കുകയാണ് നെതന്യാഹു ചെയ്തത്. അദ്ദേഹത്തിനെതിരെ അഴിമതി കേസിൽ കോടതിയിൽ വിചാരണ നടക്കുകയാണ്. അതുകൊണ്ട് 2.5 മാസത്തേക്ക് കൂടി കോടതിയിൽ നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ യുദ്ധം നയിക്കുന്നത് നെതന്യാഹു ആണോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഹമാസും ഹെസ്ബുള്ളയും ട്രംപ് ഇടപെട്ട് യുദ്ധം നിർത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ചർച്ചകളുടെ നടുവിലാണ് ഈ തരത്തിലുള്ള വലിയ ആക്രമണം നടക്കുന്നത്. ഒപ്പം തന്നെ SKN ലെബനനിലെ ഹിസ്ബുള്ളയുടെ മീഡിയ വിഭാഗം തലവൻ മുഹമ്മദ് ഖഫീഫ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. അദ്ദേഹം ഹെസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുമ്പോഴാണ് നിരന്തരമായ ബോംബിംഗ്, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ അടിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഹസൻ നസ്രുള്ള എന്ന ഹെസ്ബുള്ളയുടെ തലവൻ, കൊല്ലപ്പെട്ട തലവൻ. ഇത് ഏറ്റവും വലിയ ബുദ്ധികേന്ദ്രമായി വർത്തിച്ചിരുന്നതും ലോകം മുഴുവൻ ഹെസ്ബുള്ളയുടെയും വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഹമാസ്, ഇറാനൊക്കെ അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അടക്കം നിരവധി പേർ ലെബനനിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. SKN. താങ്ക് യു.